30 വർഷത്തെ പാരമ്പര്യമുള്ള TTM ഔഷധശാലയ്ക്ക് കീഴിൽ പ്രസവാനന്തര പരിചരണവുമായി TTM അസ്ലി മോംസ് ക്രാഡിൽ ഇനി പുല്ലങ്കോടും. TTM അസ്ലി മോംസ് ക്രാഡിൽ, പുല്ലങ്ങോട്, കാളികാവ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കാളികാവ്, ചോക്കാട് ഭാഗങ്ങളിൽ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. വെന്തോടൻപടിയിലെ കുന്നുമ്മൽ ഇബ്രാഹിമിന്റെയും ചോക്കാട് 4 സെന്റ് ഉന്നതിയിലെ തൃക്കുന്നശ്ശേരി കുഞ്ഞിക്കണ്ണന്റെയും വീട്ടുമുറ്റത്തെ കിണറുകളാണ് ഇടിഞ്ഞു താഴ്ന്നത്. വെന്തോടൻപടിയിലെ കുന്നുമ്മൽ ഇബ്രാഹിമിന്റെ വീട്ടുമുറ്റത്തെ കിണർ ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ ഇടിഞ്ഞെഴുത്താകുന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. 2 വീട്ടുകാർ ഉപയോഗിക്കുന്ന കിണറാണിത്. 2 വീട്ടുകാരുടെ മോട്ടോറുകളും പൈപ്പുകളും കേടുവന്നു. ആൾമറയടക്കം പൂർണ്ണമായും ഇടിഞ്ഞു താഴ്ന്നു. ഇതോടെ 2 വീട്ടുകാരുടെയും കുടിവെള്ളവും മുട്ടിയിരിക്കുകയാണ്. വെളുപ്പിന് 3:20 ഭയങ്കര ശബ്ദത്തോടുകൂടി രണ്ട് ശബ്ദത്തോടു കൂടെയാണ് പൊളിഞ്ഞാടി. ആദ്യത്തെ ശബ്ദം കേട്ട് ഞാൻ ഉറങ്ങപ്പോൾ ഉറക്കത്തിലായതുകൊണ്ട് എന്താണ് ഒരു പിടുത്തം കിട്ടിയില്ല. രണ്ടാമത്തെ ശബ്ദം കേട്ടപ്പം വെള്ളത്തിക്കാണ് ചാടണമെന്നുള്ളത് മനസ്സിലായപ്പോൾ കിണറാണോ സംശയം. അപ്പൊ അതങ്ങളെ ലൈറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് തുറന്നു നോക്കിയപ്പം കിണർ നിറന്ന് കിടക്കുകയാണ്. വെള്ളമൊക്കെ മുറ്റത്തേക്ക് കിടക്കുകയാണ്. ഇത് ഞാനും അമ്മായിന്റെ മകനും ഞങ്ങൾ 2 പേർക്കും കൂടെ ഉള്ള കിണറാണ്. 2 പേരുടെയും ബൗണ്ടറി കണക്ക് ചെയ്ത് ബൗണ്ടറിക്കാണ് കിണർ എടുത്തത്. 2 കൂട്ടർക്കും കൂടെയുള്ള കിണറാണ്. ചോക്കാട് 4 സെന്റ് ഉന്നതിയിലെ കുഞ്ഞിക്കണ്ണനും കുടുംബവും ലൈഫ് പദ്ധതി ലഭിച്ച പുതിയ വീടാണ്. വീട് നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ഇതിനിടെയാണ് കിണർ പടവ് സഹിതം കനത്ത മഴ ഇടിഞ്ഞു താഴ്ന്നത്. കുഞ്ഞിക്കണ്ണന്റെ വീടിനും സമീപത്തെ വീടിനും ഭീഷണിയായി മാറിയിട്ടുണ്ട്. വീട് പണി കാരണം വാടക വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. അധികൃതരുടെ അടിയന്തര സഹായം ലഭിച്ചില്ലെങ്കിൽ തുടർ പ്രവൃത്തികൾ നടത്താനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്ന് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ഇതിപ്പോൾ 3-4 ദിവസമായിട്ട് ഒഴിവില്ലാത്ത മഴയാണല്ലോ. അതുകൊണ്ടിപ്പോൾ പഴയ കിണർ ഈ ഭാഗത്തിൽ എല്ലാവരും വെള്ളം കുടിച്ചിരുന്ന കിണറാണ്. ഞാൻ എൻ്റെ മൂത്ത മകനാണ് കണ്ണിന് 60% കാഴ്ചയില്ലാത്ത, ഭാര്യയാണെങ്കിൽ ചികിത്സയിലാണ്. ഞാനിപ്പോൾ 3-4 ദിവസമായിട്ട് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ 2 ദിവസം തോരാത്ത മഴ കാരണം പെയ്തിപ്പോൾ ലൈഫിൽ നിന്ന് കിട്ടിയ പേരയാണത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേരയാണ്. ഇപ്പോൾ ആ ഫില്ലറിൻ്റെ അടുത്ത് ഒരടി മാറ്റം കൂടി ഉള്ളൂ ഇപ്പോൾ പേരൻ്റെ ഫില്ലർ തകരാൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നാട്ടുകാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്തും വില്ലേജൊക്കെ പാടെ കൂടി കണ്ട് പെട്ടെന്ന് ഈ അപകട മേഖല എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനായിരുന്നു. ഇപ്പം എനിക്ക് രാവും പകലും ഉറക്കം വരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ആനക്കല്ലുമ്മ വാടക വീട്ടിലാണ് താമസം. അപ്പോൾ ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ചെറിയ മാൻ്റെ വീട്ടിൽ പോയി. ഞാനും തന്നെ സുഖമില്ലാത്ത അപ്പോൾ ആർട്ടിലൊക്കെ വേദനയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വ്യാഴാഴ്ച മരുന്നിന് പോകണം. 1500 റുപ്യോളം സ്കാനിങ്ങിന് വേണം. ഇതിനൊന്നും ഇപ്പോൾ പൈസ എല്ലാം നിൽക്കുക. ശ്വാസം മേപ്പെട്ടെങ്കിൽ ഇപ്പോഴും വലിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്ത് എന്നെക്കൊണ്ട് വയ്ക്കണ പണിയെടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ശ്വാസം ശരിക്കും വലിക്കാനും വിടാനും പറ്റാത്തൊരവസ്ഥയാണ്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.